വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഡിസൈൻ ആൻഡ് ഇറ്റ്സ് ടൈപ്പ് ആണ്. നമ്മൾ റിസർച്ച് ഡിസൈൻ എന്താണെന്നാണ് നോക്കണത്. മീനിങ് എന്ന് പറയുമ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ആക്ച്വലി എ കോൺസെപ്റ്റുവൽ സ്ട്രക്ചർ വിത്തിൻ വിച്ച് ദ റിസർച്ച് ഈസ് കണ്ടക്റ്റഡ്. ആക്ച്വലി റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഫോർ ഡാറ്റ കളക്ഷൻ, മെഷർമെന്റ് ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. അതായത് നമ്മൾ റിസർച്ച് ഡിസൈൻ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാക്ക് ബോൺ സ്ട്രക്ചർ എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള നമ്മുടെ ഓവറോൾ പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഓവറോൾ plan, the research design refers to the overall plan for answering the research question. അതായത് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓവറോൾ പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്റ്റഡി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയുടെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, അതുപോലെ നമ്മൾ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ റിസൾട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്, അതൊക്കെയാണ് എന്ത് റിസർച്ച് ഡിസൈനിൽ പറയുന്നത്. സോ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഫ്രെയിംവർക്ക് ഫോർ ദ റിസർച്ച് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. എങ്ങനെ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഫ്രെയിംവർക്ക് ആണ് എന്ത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു മാസ്റ്റർ പ്ലാൻ ആണ് ദാറ്റ് സ്പെസിഫൈ ദ മെത്തേഡ് ആൻഡ് പ്രൊസീജിയർ ഫോർ കളക്ടിങ് ആൻഡ് അനലൈസിങ് ദ നീഡഡ് ഇൻഫോർമേഷൻ. അതായത് നമ്മൾ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡാറ്റ അനലൈസ് ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്യുന്ന ഒരു മാസ്റ്റർ പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്ട്രാറ്റജി ഫോർ ഹൗ ദ ഡാറ്റ വിൽ ബി കളക്റ്റഡ് ആൻഡ് വേർ ഫ്രം ദ ഡാറ്റ ഈസ് ടു ബി കളക്റ്റഡ്. സോ റിസർച്ച് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ആക്ച്വലി ദ planned sequence of the entire process involved in conducting a research study. It is the planned sequence of the entire process involved in conducting a research study. റിസർച്ച് സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എല്ലാ സീക്വൻസും, ആ എൻറ്റയർ പ്രോസസ്സിലെ സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ആണ്. ഫസ്റ്റ് വൺ പറയണതാണ്, ഇറ്റ് പ്രൊവൈഡ് ദ സ്കീമ ഫോർ ആൻസറിങ് റിസർച്ച് ക്വസ്റ്റ്യൻ. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമ്മൾ ആ റിസർച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, അതായത് എന്തൊക്കെ ഡാറ്റ നമ്മൾ ആ റിസർച്ച് ക്വസ്റ്റ്യന് വേണ്ടി കളക്ട് ചെയ്യണം, എവിടുന്ന് ആ ഡാറ്റ കളക്ട് ചെയ്യണം, ഏത് രീതിയിലുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യണം, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് ഡിസൈനിൽ പറയുന്നുണ്ട്. കാരണം എന്താണ്, ഇറ്റ് ഇൻവോൾവ് ഓൾ ദ എലമെന്റ്സ് ഇറ്റ് ഇൻവോൾവ് ഓൾ ദ പ്ലാൻ ദാറ്റ് വി ആർ ക്യാരി ഡൗൺ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് മെയിൻറ്റെയിൻ എ കൺട്രോൾ ടു അവോയ്ഡ് ബയാസ്. അതായത് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്ലാൻഡ് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. എന്തൊക്കെയാണ് റിസർച്ചിൽ കണ്ടക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ഡാറ്റാസ് ആണ് കളക്ട് ചെയ്യുന്നത്, ഏതൊക്കെ ആയിരിക്കണം സോഴ്സ് ഓഫ് ഡാറ്റ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് സ്പെസിഫൈ. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, റിസർച്ച് ക്യാരി ചെയ്യുക. അല്ലാതെ ഒരു റിസർച്ചറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല ക്യാരി. അപ്പോൾ ആ റിസർച്ച് അതായത് ആ ബയാസ്, പേഴ്സണൽ ബയാസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം എവിടുന്ന് ഡാറ്റ കളക്ട് ചെയ്യണം, ഏത് സാമ്പിൾ ഉപയോഗിക്കണം, എങ്ങനെ അനലൈസ് ചെയ്യുന്നതൊക്കെ ക്ലിയർ ആയിട്ട് ഡിസൈനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമുക്കൊരു പരിധി വരെ പേഴ്സണൽ ബയാസ് അവോയ്ഡ് ചെയ്യാം. പേഴ്സണൽ ബയാസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതിനെയാണ്. നെക്സ്റ്റ് വരുന്നതാണ്, ഇറ്റ് ഓർഗനൈസ് ദ സ്റ്റഡി. അതായത് ഒരു നമ്മുടെ റിസർച്ചിനെ ഓർഗനൈസ് ചെയ്യുന്നു, ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, റിസർച്ച് ഡിസൈൻ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണ്, എന്തെപ്പ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സാമ്പിൾ ഡിസൈൻ സ്പെസിഫൈ ചെയ്യും, ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്യും, സോഴ്സ് ഓഫ് ഡാറ്റ സ്പെസിഫൈ ചെയ്യും, ആദ്യം ഏത് കണ്ടക്ട് ചെയ്യണം, ദെൻ എന്താണ് ആ ഒരു സീക്വൻസ് ഡിഫൈൻ ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഡിസൈൻ. സോ വി ക്യാൻ ഓർഗനൈസ് ദ സ്റ്റഡി ഇൻ എ സർട്ടൈൻ വേ, ഡിഫെൻഡിങ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഡൂയിങ്
while being aware and caution about the potential disadvantage. ഇത് റിസർച്ചിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടി ആ അഡ്വാൻറ്റേജസ് ഫുള്ളും യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ വി ക്യാൻ ഓർഗനൈസ് ദ റിസർച്ച് ഡിസൈൻ. അതൊക്കെയാണ് റിസർച്ച് ഡിസൈനിന്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് ഡിസൈൻ, അതായത് ഒരു റിസർച്ച് ഡിസൈന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്നാണ് ഇതിന് പറയുക. ഫസ്റ്റ് വൺ ആണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കണം. റിലയബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാ അതിനെ നമ്മൾ കൺസിസ്റ്റൻസി എന്നോ സ്റ്റെബിലിറ്റി എന്നോ അല്ലെങ്കിൽ ഡിപ്പെൻഡബിലിറ്റി എന്നൊക്കെ പറയാം. അതായത് നമ്മൾ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിട്ട് ഈൽഡ് ചെയ്യുന്ന സെയിം റിസൾട്ട് ആയിരിക്കണം ആ മെത്തേഡ് നമ്മൾ വീണ്ടും ഉപയോഗിക്കുമ്പോഴും കിട്ടേണ്ടത്. A research method should yield the same result even if conducted twice or more. എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്താലും the result should be same. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക, അതിനെ റിലയബിൾ ആണെന്ന് പറയാം, അല്ലെങ്കിൽ it has reliability ഉണ്ടെന്ന് പറയാം. അതായത് if a research design is reliable, there will be consistency throughout the series of measurement. The result should be consistent, stable and the data should be dependable. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരു റിസർച്ച് ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ സാമ്പിൾ ഡിസൈൻ അല്ലെങ്കിൽ ആ ഡാറ്റ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷറിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതായത് ദ ഡാറ്റ ഷുഡ് ബി സ്റ്റേബിൾ, ദ റിസൾട്ട് ഷുഡ് ബി yield അല്ലെങ്കിൽ the research method should yield the same result even if it conducted twice or more. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്താലും the result should be same. എങ്കിലേ നമ്മൾ അതിനെന്ത് പറയുള്ളൂ, റിലയബിൾ ആണെന്ന് പറയുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, വാലിഡിറ്റി എന്ന് പറയുന്നത്. വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഡാറ്റാസ് എന്ന് പറയുന്നത്, അതായത് റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ റിലയബിൾ മാത്രമായാൽ പോരാ, ഇറ്റ് ഷുഡ് ബി ട്രൂ ആൻഡ് അക്യുറേറ്റ്. സെയിം റിസൾട്ട് തന്നെ എപ്പോഴും കിട്ടുന്നുണ്ട് വെച്ചിട്ട് അത് സത്യമാവണം എന്നില്ല. അത് ഇറ്റ് ഷുഡ് ബി ട്രൂ ആൻഡ് അക്യുറേറ്റ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ഡാറ്റ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി അക്യുറേറ്റ് ആയിരിക്കണം. അതായത് എന്തിനു വേണ്ടിയിട്ടാണോ ആ ഇൻസ്ട്രുമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ പർപ്പസ് മെഷർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ആ റിസർച്ചിന് ഉണ്ടായിരിക്കണം. അതിനെയാണ് എന്ത് പറയുന്നത്, വാലിഡിറ്റി എന്ന് പറയുന്നത്. വാലിഡിറ്റി റെഫേഴ്സ് ടു ദ എക്സ്റ്റെന്റ് an instrument is able to actually measure what it is supposed to measure. അതായത് the data that are എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ആ റിസർച്ച് ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് അത് മെഷർ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എക്സ്റ്റെന്റ് ആൻ ഇൻസ്ട്രുമെന്റ് ഈസ് ഏബിൾ ടു ആക്ച്വലി മെഷർ വാട്ട് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു മെഷർ. സോ ദ ഡാറ്റ ഷുഡ് ബി ട്രൂ ആൻഡ് അക്യുറേറ്റ്. റിസർച്ച് ഡിസൈനിലൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. ആ റിസൾട്ട് ഷുഡ് ബി അക്യുറേറ്റ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണോ ആ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ആ ഡിസൈൻ, ആ റിസർച്ച് ഡിസൈൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തത് ആ പർപ്പസ് എന്ത് ചെയ്യണം, ഫുൾഫില്ല് ചെയ്യണം. നെക്സ്റ്റ് വരുന്നതാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ശരിക്കും ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ the degree to which the research find solution for the objectives. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അത് ഫുൾഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഒബ്ജക്റ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും റിസർച്ച് തുടങ്ങുന്നത്. ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന്റെ അനുസരിച്ചാണ് എന്ത്, ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് ഡിസൈൻ ഷുഡ് ബി capable of fulfilling the objective we are set. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു സാമ്പിളിൽ നിന്നും
കളക്ട് ചെയ്ത ഡാറ്റ ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഡ്രോയിങ് സർട്ടൈൻ ജനറലൈസേഷൻ. അതായത് ആ സാമ്പിള് റെപ്രസെന്റ് ചെയ്യുന്ന ലാർജ് പോപ്പുലേഷന് അപ്ലിക്കബിൾ ആകുന്ന ഒരു തിയറി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് ഡാറ്റ കളക്ടഡ് can be utilized for drawing certain generalization applicable to large group from which the sample is drawn. അതായത് ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്യാൻ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോപ്പുലേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ആ റിസർച്ച് കാപ്പബിൾ ആയിരിക്കണം. അതാണ് ഒരു റിസർച്ച് ഡിസൈന് വേണ്ട ഒരു 4 ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ റിസർച്ച് ഷുഡ് ബി കൺസിസ്റ്റന്റ് ഈവൻ ഇഫ് ഇറ്റ് കണ്ടക്ടഡ് ട്വൈസ് ഓർ മോർ. നെക്സ്റ്റ് വരുന്നതാണ് വാലിഡിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഡാറ്റ ഷുഡ് ബി ട്രൂ ആൻഡ് അക്യുറേറ്റ്, ദ എക്സ്റ്റെന്റ് ടു വിച്ച് ഇൻസ്ട്രുമെന്റ് മെഷർ വാട്ട് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു മെഷർ. ദെൻ എന്താണ് ഒബ്ജക്ടിവിറ്റി. ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ദ ഡിഗ്രി ടു വിച്ച് റിസർച്ച് ഫൈൻഡ് സൊല്യൂഷൻ. നെക്സ്റ്റ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ ഡാറ്റ കളക്ടഡ് ഫ്രം സാമ്പിൾ ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഡ്രോയിങ് സർട്ടൈൻ ജനറലൈസേഷൻ. നെക്സ്റ്റ് വരുന്നത് കോമ്പോണൻസ്. എന്തൊക്കെയാണ് ഒരു റിസർച്ച് ഡിസൈനിൽ ഇൻവോൾവ് ചെയ്യാണ് എന്നാണ്. എന്താണ് നമ്മൾ ആ റിസർച്ചിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, ടൈറ്റിൽ ഉണ്ടായിരിക്കും, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം എന്താന്നുള്ളത് ഉണ്ടായിരിക്കും, നമ്മൾ കണ്ടക്ട് ചെയ്ത ലിറ്ററേച്ചറുകൾ ഏതൊക്കെയാണെന്നുണ്ടാവും, സ്കോപ്പ്, സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്, എന്താണ് ഹൈപ്പോത്തസിസ്, ആ ഹൈപ്പോത്തസിസ് ഇൻവോൾവ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളുടെ ഡെഫിനിഷൻസ് ഉണ്ടായിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡോളജീസ് ഉണ്ടായിരിക്കും. അതായത് മെത്തഡോളജി പറഞ്ഞാൽ ഏത് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്നത്, സാമ്പിൾ ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്തതുണ്ടായിരിക്കും, ക്വസ്റ്റ്യനെയർ ഉണ്ടായിരിക്കും, കളക്ട് ചെയ്ത ഡാറ്റ ഉണ്ടായിരിക്കും, പിന്നെ അനാലിസിസ് ഓഫ് ഡാറ്റ, നമ്മൾ എങ്ങനെയാണ് ആ ഡാറ്റ അനലൈസ് ചെയ്തത്, അതെങ്ങനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തു, നമ്മൾ ഫൈൻഡിങ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമും ഫിനാൻഷ്യൽ ആസ്പെക്ട്സും എല്ലാം ഇത് പറഞ്ഞ എല്ലാ എലമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനും എന്തിനുണ്ടായിരിക്കും, റിസർച്ച് ഡിസൈൻ ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ ബ്ലൂ പ്രിന്റ് ത്രൂ വിച്ച് വി ആർ കണ്ടക്ടിങ് ദ റിസർച്ച്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതെന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഒരു പ്ലാൻഡ് സീക്വൻസ് ഓഫ് ആക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ശരിക്കും ഡിഫറെന്റ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ 4 തരം റിസർച്ച് ഡിസൈൻസ് ആണുള്ളത്. എക്സ്പ്ലോറേറ്ററി ടൈപ്പ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, ഡയഗ്നോസ്റ്റിക് ടൈപ്പ്, എക്സ്പീരിമെന്റൽ ടൈപ്പ്. ഈ 4 ടൈപ്സ് ആണ് ഉള്ളത്. നമ്മൾ ഒരെണ്ണേ ഡിസ്കസ് ചെയ്യുള്ളൂ, പിന്നെ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യാന്ന്. അതിന്റെ ഫ്ലോ കളയരുത്. ഫസ്റ്റ് വരുന്നതാണ് എന്ത്, എക്സ്പ്ലോറേറ്ററി ടൈപ്പ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ ടേംഡ് ആസ് ഫോർമുലേറ്റീവ് റിസർച്ച് സ്റ്റഡീസ്. നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞില്ലേ, അതിന് എന്തൊക്കെ മെത്തേഡാ യൂസ് ചെയ്യാന്നുള്ളതാണ് ഈ എക്സ്പ്ലോറേറ്ററി ടൈപ്പ് റിസർച്ച് ഡിസൈനിൽ പറയുന്നത്. അതായത് എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ് നമുക്ക് എങ്ങനെ കണ്ടക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ശരിക്കും എക്സ്പ്ലോറേറ്ററി സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ്. അതായത് ഒരു ഐഡിയ റിയാലിറ്റിയിൽ ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളെ എനേബിൾ ചെയ്യുന്ന ഒരു റിസർച്ച് ആണ് എന്ത്, എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ് എന്ന് പറയുന്നത്. ശരിക്കും എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ് വിൽ പ്രൊവൈഡ് ഐഡിയാസ്, ഹൈപ്പോത്തസിസ്, സജഷൻ that might never occur to the social scientist. അതായത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റയെ കുറിച്ചിട്ടുള്ള അവൈലബിൾ അല്ലാത്ത ഒരു ഡാറ്റയെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് ശരിക്കും എന്ത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ചർക്ക് ലിറ്റിൽ നോളേജ് ഉള്ള, അതായത് ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നോ നോളേജ് ഉള്ള, അതായത് ആ ഫീൽഡിനെ കുറിച്ച് ഒരു നോളേജും ഇല്ല, അപ്പൊ എന്താണ് മാക്സിമം ആ ഫീൽഡിനെ കുറിച്ച് നോളേജ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് എന്ത്, എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസിന്റെ പ്രത്യേകത. അപ്പൊ അതിനെ ഡിസൈൻ ചെയ്യുന്ന റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. അല്ലാതെ ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പാടോ ഇല്ല. കാരണം എന്താണ്, വി ആക്ച്വലി ഡു നോട്ട് നോ ഹൗ വി ആർ കളക്ടിങ് ഡാറ്റ. സോ എങ്ങനെ വേണമെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, റിസർച്ച് ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്യാൻ. സോ റിസർച്ച് ഡിസൈൻ ഫോർമുലേറ്റിംഗ് റിലേറ്റിംഗ് ടു ദ എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ് അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്റീവ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ
ഫോർമുലേറ്റ് ചെയ്യുന്ന റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് എന്താണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ റിസർച്ച് ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്യാൻ. കാരണം എന്താണ്, നമുക്ക് അറിയില്ല ആ ഫീൽഡിനെ കുറിച്ച് ഒരു നോളേജും ഇല്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞതാണ് മാക്സിമം ഇൻഫോർമേഷൻ അക്വയർ ചെയ്യാന്നുള്ളതാണ്. സോ ഒരു എക്സ്പ്ലോറേറ്ററി മെത്തേഡ്, എക്സ്പ്ലോറേറ്ററി സ്റ്റഡി ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 സ്റ്റെപ്സുകളാണ് ഫോളോ ചെയ്യേണ്ടത്. അത് നമ്മുടെ ശരിക്കും 3 സ്റ്റെപ്പുകളാണ്. ഒരു സെൽറ്റിസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് സജസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, റിവ്യൂ ഓഫ് റിലേറ്റഡ് സോഷ്യൽ സയൻസ്, അതായത് അല്ലെങ്കിൽ അതർ പ്രിട്ടൈൻഡ് ലിറ്ററേച്ചർ ആണ്. അതായത് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ്, നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചർസ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വർക്കുകൾ അല്ലെങ്കിൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഓൾറെഡി മറ്റുള്ളവർ ചെയ്ത വർക്കുകളൊക്കെ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക, സ്റ്റഡി ചെയ്യുക. അതാണ് ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസിൽ ചെയ്യുന്നത്. കാരണം എന്താണ്, നമുക്ക് ആ ഫീൽഡിനെ കുറിച്ച് ഒരു ഇൻഫോർമേഷൻ ഇല്ല. അപ്പൊ ആ ഇൻഫോർമേഷൻ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ്, അതായത് ലിറ്ററേച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആളുകൾ കണ്ടക്ട് ചെയ്ത വർക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, സർവേ ഓഫ് പീപ്പിൾ ഹു ഹാഡ് എക്സ്പീരിയൻസ്, അതായത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന പ്രോബ്ലം റിലേറ്റഡ് എക്സ്പീരിയൻസ് ഉള്ളവരെ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർവ്യൂ ചെയ്യുക. അങ്ങനെ നേച്ചറിലുള്ള ജോബിൽ ഇരുന്നവരേനെയോ അല്ലെങ്കിൽ ആ സബ്ജക്ട് മാറ്ററിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരേനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടും. അങ്ങനെ നമുക്കൊരു ഇൻസൈറ്റ് ഫോർമുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, അനാലിസിസ് ഓഫ് ഇൻസൈറ്റ് സ്റ്റിമുലേറ്റ്. നെക്സ്റ്റ് മെത്തേഡ് ആണ് അനാലിസിസ് ഓഫ് ഇൻസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 മെത്തേഡാണ് ശരിക്കും നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അനാലിസിസ് ഓഫ് ഇൻസൈറ്റ് സ്റ്റിമുലേറ്റ്, ഇതെന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഫിനോമിനനെ ഇന്റൻസീവ് ആയിട്ട് സ്റ്റഡി, അതായത് എക്സിസ്റ്റ് ചെയ്യുന്ന റെക്കോർഡ്സുകൾ നമ്മൾ എക്സാമിൻ ചെയ്യുക, നമുക്ക് പരിചയമുള്ള ആളുകളുമായിട്ട് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ നടത്തുക, മാക്സിമം എന്താ ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്നാണ് അർത്ഥം. അപ്പൊ 3 സ്റ്റെപ്സ് ആണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ, ദെൻ സർവേ ഓഫ് പീപ്പിൾ ഹു ഹാഡ് എക്സ്പീരിയൻസ്, ദെൻ the analysis of insight stimulate. ഇതുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത കേസുകൾ സ്റ്റഡി ചെയ്യുക, ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ ഫീൽഡിനെ സ്റ്റഡി ചെയ്യുക, എക്സിസ്റ്റ് ചെയ്യുന്ന റെക്കോർഡ്സുകൾ എക്സാമിൻ ചെയ്യുക, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ്, എപ്പോഴാണോ നമ്മൾ അങ്ങനെ ഒരാളെ ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പോൾ വി വിൽ കണ്ടക്ട് ആൻ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ്. ശരിക്കും ഈ എക്സ്പ്ലോറേറ്ററി സ്റ്റഡി എന്ന് പറയുന്നത് അതിന് 2 ലെവൽസ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ വാരിയബിൾസ് ഐഡന്റിഫൈ ചെയ്യുക, ആ ഫിനോമിനി ആയിട്ട് അല്ലെങ്കിൽ ആ സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വാരിയബിൾ ഐഡന്റിഫൈ ചെയ്യുക. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ആ വാരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യും. ഇങ്ങനെ 2 സ്റ്റെപ്സ് ആണ് എന്തിനുള്ളത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് സ്റ്റഡീസിന് ഉള്ളത്. സോ എന്താണ്, ഇത് ശരിക്കും ഒരു റിസർച്ച് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫീൽഡിനെ കുറിച്ചിട്ടൊരു ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് എന്ത്, എക്സ്പ്ലോറേറ്ററി സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് ഫ്യൂച്ചർ റിസർച്ചിന് വേണ്ടിയിട്ട് ഒരു ബേസിക് ഉണ്ടാക്കുക, അതായത് വാരിയബിൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യുക. അങ്ങനെ ഫ്യൂച്ചർ റിസർച്ചിനുള്ള ഒരു ബേസ് ആണ് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് എന്ത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഓൾസോ നോൺ ആസ് ഫോർമുലേറ്റീവ് സ്റ്റഡി. ഇങ്ങനെയുള്ള സ്റ്റഡികൾക്ക് എപ്പോഴും എന്താണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റിസർച്ച് ഡിസൈൻ ആയിരിക്കും സ്യൂട്ടബിൾ ചെയ്യുന്നത്. സെക്കൻഡറി ഡാറ്റ ആയിരിക്കും കൂടുതൽ നമ്മൾ സോഴ്സ് ഓഫ് ഡാറ്റ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സോഴ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെക്കൻഡറി ഡാറ്റ ആയിരിക്കും. അതുപോലെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഡാറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആയിരിക്കും. നെക്സ്റ്റ്, ഇത് എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഒരു പ്രോബ്ലം പ്രിസൈസ്ലി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒട്ടും അറിയാത്ത ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം
അടിപൊളിയായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഇങ്ങനത്തെ യൂസ് ചെയ്യും. അതുപോലെ നമുക്ക് ആ പ്രോബ്ലത്തിന് എന്ത് ആക്ഷൻ ആണ് എടുക്കാൻ പറ്റുക എന്ന് ഐഡന്റിഫൈ വേണ്ടി. പിന്നെ കൂടുതലും ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ. ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തറിയണം? വാരിയബിൾസ് എന്താണെന്ന് അറിയണം, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയണം. സോ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ എന്താണ്, നമ്മൾ ആ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ്, ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് എന്താണ്? വി ആർ എൻക്വയറിംഗ് ദ പ്രോബ്ലം ത്രൂ വിച്ച് വി ആർ നോട്ട് കം ഫോർവേഡ്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കടന്നു പോകാത്ത ഒരു ഫീൽഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. പിന്നെ എന്താണ്? പ്രയോറിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വാരിയബിൾസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ സാധാരണ എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസിന് ഉപയോഗിക്കുന്ന സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ലിറ്ററേച്ചർ സെർച്ച്, എക്സ്പീരിയൻസ് സർവേ, ഫോക്കസ് ഗ്രൂപ്പ്, അനാലിസിസ് ഓഫ് സെലക്ടഡ് ഡാറ്റ ആണ്. അപ്പോൾ നമ്മുടെ റിസർച്ച് ഡിസൈൻ ഓഫ് എക്സ്പ്ലോറേറ്ററി സ്റ്റഡി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താണ്, നമ്മൾ എന്ത് ചെയ്യാണ്? ഫ്ലെക്സിബിൾ റിസർച്ച് ഡിസൈൻ ആണ് സ്യൂട്ടബിൾ. ദെൻ ഡാറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻസ് ആയിരിക്കാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഫോർ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിവ്യൂവിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ് ആണ്. പിന്നെ നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താ? ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വാരിയബിൾസ് ഡിറ്റർമൈൻ ചെയ്യുന്നു, ആ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നു. അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ റിസർച്ച് ഡിസൈൻ ആണ് എന്ത്? എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ് റിലേറ്റഡ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. എങ്കിൽ എക്സ്പ്ലോറേറ്ററി ടൈപ്പ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ് എന്താണ്? എ ഫ്ലെക്സിബിൾ plan and it involve collection of data mostly from secondary sources, and the tool may be unstructured interview or reviewing of existing literature through directly, and it also include focus group study, and it is conducted to determine the various variable and relationship among them. ഇതാണ് ഫസ്റ്റ് നമ്മുടെ റിസർച്ച് ഡിസൈൻ, എക്സ്പ്ലോറേറ്ററി ടൈപ്പ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് മറക്കരുത്. ഇറ്റ് ഈസ് എ ബ്ലൂ print of collection and analysis of data. It is the planned sequence of the entire process involved in conducting a research study. ഒരു മീനിങ് പോലൊക്കെ എഴുതണമെങ്കിൽ it is the framework for the research plan of action. നമുക്ക് ഒരു ശരിക്കും ഓർമ്മ കിട്ടാനൊക്കെ പറയാൻ നമുക്ക് പറയാം a master plan that specify the methods and procedure for collecting and analyzing the needed information. Actually it is the strategy how we will collect the data. So it's provide the backbone structure of the study. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്ച്വൽ സ്ട്രക്ചർ ആണ്. അപ്പൊ അതിന് കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ റിസർച്ച് ഡിസൈൻ ഷുഡ് ഹാവ് ദ ക്വാളിറ്റീസ് ഓഫ് റിലയബിലിറ്റി, വാലിഡിറ്റി, ജനറലൈസേഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്. താങ്ക് യു.